بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آل وأصحاب حبيبك الأعظم بعدد كل معلوم لك أشهد أن لا إله إلا الله وأشهد أن سيدنا محمد رسول الله أما بعد ബഹുമാന്യരായ മുഹിബ്ബീങ്ങളെ, നാം മൗലിദുൽ ഹുസ്നൈനിയുടെ 14ാമത്തെ ഹിസ്ബിൽ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ സംശയങ്ങൾക്കും മറുപടി പറഞ്ഞാലും ഈ സംശയത്തിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ അതുവരെ പറഞ്ഞ സംസാരങ്ങളൊക്കെ വെറുതെയായി. അതുകൊണ്ടാണ് മൗലിദുൽ ഹുസ്നൈനിയിൽ അതിനും കൂടെ ഉള്ള മറുപടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചോദ്യത്തിനും കൂടെ മറുപടി മൗലിദുൽ ഹുസ്നൈനിയിലുണ്ട്. എന്തായാലും മറുപടി എങ്ങനെയാണ് ആ പറഞ്ഞത്? മാ കാന ലിൻ നബിയ്യി എന്ന് പറയുന്ന ആയത്ത് മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതനുസരിച്ച് എങ്ങനെ അബൂ ത്വാലിബിൻ്റെ വിഷയത്തിൽ ഇറങ്ങും? അത് സംഭവിക്കാൻ പോകുന്ന കാര്യമാണോ, സംഭവ്യമാണോ ആ പറയുന്നത്? അത് വളരെ വിദൂരമാണ്. അബൂ ത്വാലിബിനെ പറ്റി ഇറങ്ങിയതാന്ന് പറഞ്ഞത് റസൂലുള്ള പറഞ്ഞൊരു ഹദീസ് മുസയ്യിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടില്ല. ഈ ആയത്ത് അബൂ ത്വാലിബിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്ന് റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ മുസയ്യിബ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടതോ അവർ ധരിച്ച് പോയതോ ആയിരിക്കാം. കാരണം നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൗലിദുൽ ഹുസ്നൈനിയുടെ മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ആമുൽ അഹ്സാൻ നുബുവത്തിൻ്റെ 10ാം വർഷമാണ് അബൂ ത്വാലിബ് വഫാത്താകുന്നത്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50ാം വയസ്സാകുമ്പോഴാണ് അബൂ ത്വാലിബ് വഫാത്താകുന്നത്. 53ാം വയസ്സിൽ റസൂലുള്ള ഹിജ്റ പോയി. പിന്നെ എപ്പോഴാണ് തൗബ സൂറത്ത് പെട്ട ആയത്താണത് മാ കാന ലിൻ നബി. തൗബ സൂറത്ത് എന്നാ ഇറങ്ങിയത്? തൗബ സൂറത്ത് ഇറങ്ങുന്നത് മദീനയിലേക്ക് 53ാം വയസ്സിൽ ഹിജ്റ പോയി 9 വർഷം കഴിഞ്ഞിട്ടാണ് തൗബ സൂറത്ത് ഇറങ്ങുന്നത്. അതായത് തൗബ സൂറത്ത് മക്കീയത്തല്ല, മക്കയിൽ നിന്ന് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഇറങ്ങിയതല്ല. തൗബ സൂറത്ത് മദനീയത്ത, മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഇറങ്ങിയത്. ഇവിഷയത്തിൽ മുഫസ്സിരിങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല, രണ്ടഭിപ്രായമല്ല. ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഉറപ്പിച്ച് തർപ്പിച്ച് പറഞ്ഞ സംഭവമാണ് തൗബ സൂറത്തിൻ്റെ അവസാനത്തെ 2 ആയത്ത്. ആ 2 ആയത്തല്ലാത്തതെല്ലാം മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഇറങ്ങിയതാണ്. തൗബ സൂറത്തിൻ്റെ അവസാനത്തിലുള്ള 2 ആയത്തോ അത് ചില ആളുകൾ പറയുന്നു അതും മദീനത്ത് ഹിജ്റ പോയതിൻ്റെ ശേഷം ഇറങ്ങിയതാണ്. ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞത് അത് മക്കയിൽ ഇറങ്ങിയതാണ്. ഈ ആയത്ത് മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഇറങ്ങിയതാണെന്നതിൽ യാതൊരു തർക്കമില്ല. ഹിജ്റ 9ാം വർഷമാണ് ഈ തൗബ സൂറത്ത് അവതരിക്കുന്നത്. 9ാം വർഷം ഇത് അവതരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് ഈ ബറാഅത്തു മിനല്ലാഹി വ റസൂലിഹി എന്ന് പറയുന്ന ആ ബറാഅത്ത് സൂറത്ത്, തൗബ സൂറത്ത് ഉച്ചത്തിൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് മക്ക മുശ്രിക്കീങ്ങളൊക്കെ കേൾക്കുന്ന രൂപത്തിൽ അത് ഓതാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ മക്ക മുശ്രിക്കീങ്ങളൊക്കെ അറിയിച്ചു ബറാഅത്ത് സൂറത്തിൽ മുശ്രിക്കീങ്ങളെ പറ്റി, ബിംബാരാധകരെ പറ്റി അല്പം പറയുന്നുണ്ടെങ്കിലും ബറാഅത്ത് സൂറത്തിൽ അധികവുമുള്ള പരാമർശം മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ്. അതും തെളിവാണ് ബറാഅത്ത് സൂറത്ത് ഹിജ്റയുടെ ശേഷം ഇറങ്ങിയതാണ് എന്നതിന്.
കാരണം മുനാഫിക്ക് എന്ന് പറഞ്ഞ സാധനം തന്നെ വരുന്നത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ മദീനയിലെ മുനാഫിക്കുള്ളൂ. മക്കയിലെവിടെ മുനാഫിക്ക്? മക്കയിൽ മുനാഫിക്കിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി, പ്രത്യക്ഷത്തിൽ മുസ്ലിമായി നിൽക്കുക, ഉള്ളിൽ തനി കാഫിറാണ്. ഇങ്ങനത്തെ ഒരു വിഭാഗം മദീനയിലാണ് ഉണ്ടായത്. മക്കയിലുള്ളവരൊക്കെ ഒന്നിരിക്കൽ മുഅ്മിനീങ്ങൾ, അല്ലെങ്കിൽ പക്ക അവിശ്വാസി മുശ്രിക്ക്. രണ്ടിൻ്റെ ഇടയിലുള്ളൊരു സാധനം മക്കയിലുണ്ടായിട്ടില്ല. തൗബ സൂറത്തിൽ ധാരാളം സംസാരിച്ചത് മുനാഫിക്കുകളെ സംബന്ധിച്ച. അതിൽ നിന്നും മനസ്സിലാക്കാം തൗബ സൂറത്ത് മദനിയത്താണ്. ഏതായാലും ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞൊരു സംഭവമാണ്, തൗബ സൂറത്തിൻ്റെ അവസാനത്തെ 2 ആയത്തല്ലാത്തതല്ല, മക്കയിലെ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഇറങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അത് 9-ാം വർഷം ഹജ്ജത്തുൽ വദാഇൻ്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹുനോട് അത് ഓതി. ആ അധ്യായം മുശ്രിക്കുകളൊക്കെ കേൾക്കുന്ന രൂപത്തിൽ ഓതാൻ വേണ്ടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു ഹജ്ജ് വേളയിൽ ആ അധ്യായം സൂറത്ത് ബറാഅത്ത് എല്ലാവരും ഓതി കേൾപ്പിച്ചു. അപ്പോൾ എത്ര വർഷമുണ്ട്? അബൂ ത്വാലിബിൻ്റെ വഫാത്തിന് ശേഷം ഈ അധ്യായം ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ 12 വർഷമുണ്ട്. 12 വർഷം മുമ്പ് മരിച്ചുപോയ അബൂ ത്വാലിബിനെ സംബന്ധിച്ച് ഇപ്പോഴാണ് ആയത്തിറങ്ങണത്. മാക്കാനിൽ നബി എന്ന ആയത്തിറങ്ങുന്നത്. അബൂ ത്വാലിബ് മരിച്ച ഉടനെ തന്നെ ആ വിഷയങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്. അബൂ ത്വാലിബിനെ സംബന്ധിച്ച് ഒരിക്കലും ഇത് പറയാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ 12 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമല്ല ആയത്തിറങ്ങുക, ഉടനെ ഇറങ്ങും. അതുകൊണ്ട് മുസയ്യിബ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത് ഫി ഹാദഷാൻ, അബൂ ത്വാലിബിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് അഭിപ്രായപ്പെട്ടത്. ഫൗജീബ, മറുപടി പറയപ്പെട്ടിട്ടുണ്ട് ആ ചോദ്യത്തിന്. ബിഅന്നഹു ഖൗലു സ്വഹാബിയിൻ, അതൊരു സ്വഹാബിയുടെ അഭിപ്രായമാണ്. വലഅല്ലഹു ളാൻ, ആ സ്വഹാബി അങ്ങനെ വിചാരിച്ചതായിരിക്കാം, ധരിച്ചതായിരിക്കാം. യദുല്ലു അലൈഹി, അതിന് രേഖയാണ്, തെളിവാണ്. മാ അത്ബഖ അലൈഹിൽ മുഫസ്സിറൂന അലൈഹിം റിദ്വാൻ, ഖുർആൻ വ്യാഖ്യാതാക്കളെല്ലാം ഏകോപിച്ച് പറയുന്ന സംഭവം. അന്ന സൂറത്ത് തൗബത്തി മദനിയത്തുൻ, സൂറത്തു തൗബ, ആ സൂറത്തു തൗബയിലാണല്ലോ, തൗബ അധ്യായത്തിലാണല്ലോ ഈ സൂക്തമുള്ളത്. സൂറത്തു തൗബ മദനിയത്തുൻ, മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഇറങ്ങിയതാണ്. ഇല്ലല്ലായത്തൈനിൽ അഖീറത്തൈൻ, അവസാനത്തെ 2 സൂക്തമൊഴികെ മക്കിയത്താൻ, അവസാനത്തെ 2 സൂക്തം മക്കിയത്തന്നെ, മക്കയിൽ ഇറങ്ങിയത് തന്നെയാണ്. വഖീലഹുമാ അയ്ളൻ മദനിയത്താൻ, അവസാനത്തെ 2 ആയത്തും മദനിയത്ത്, ഫുള്ള് മദനിയത്താണ്. മദീനയിലേക്ക് ഹിജ്റ പോയ ശേഷം ഇറങ്ങിയതാണെന്നും അഭിപ്രായം ഉണ്ട്. ഫഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു അലിയൻ, അലി റളിയല്ലാഹു അൻഹുവിനോട്, സനത 90, 9-ാം വർഷം, ബി തിലാവത്തിഹ, ഈ അധ്യായം ഓതാൻ, ഫിൽ ഹജ്ജി, ഹജ്ജ് വേളയിൽ, ഹജ്ജിൻ്റെ സമയ ദുൽഹിജ്ജ മാസത്തിൽ, അല അഹ്ലി ശിർക്കി വത്തുഗ്യാൻ, ഷിർക്കിൻ്റെയും ബഹുദൈവത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും ആളുകൾക്ക് ഈ ആയത്ത് ഓതി കേൾപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഫബൈന വഫാത്തിഹി വനുസൂലിഹ 10 സനവാത്തിൻ വസനത്താൻ, അപ്പോൾ അബൂ ത്വാലിബിൻ്റെ വഫാത്തിൻ്റെയും ഈ സൂക്തം അവതരിക്കുന്നതിൻ്റെയും ഇടയിൽ 10 സനവാത്തിൻ വസനത്താൻ, 12 വർഷമുണ്ട്. മാത്രമല്ല വജുല്ലു മാഫിയ, ഈ
അധ്യായത്തിൽ ഈ സൂറത്തിലുള്ള മിക്ക വിഷയവും ദിക്റുൽ മുനാഫിഖീന അഹ്ലിൽ ഖുസ്റാൻ, മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത്. പരാജിതരായ മുനാഫിഖീങ്ങളെ സംബന്ധിച്ചാണ് ഇതിൽ പറയുന്നത്. വൈന്നമാഹും ഫിൽ മദീന, മുനാഫിഖീങ്ങൾ മദീനയിലാണ് ഉള്ളത്. വ അഹ്ലു മക്കത്ത ഇമ്മാ മുശ്രിക്കുൻ ഔ ദു ഈമാൻ, മക്കക്കാർ ഒന്നിരിക്കൽ ബഹുദൈവ വിശ്വാസി അല്ലെങ്കിൽ ഈമാനുള്ളവർ മുസ്ലിങ്ങൾ, ഇങ്ങനെ രണ്ട് വിഭാഗമേ ഉള്ളൂ. മുനാഫിഖ് എന്ന് പറയുന്ന കപടവിശ്വാസി എന്ന് പറയുന്നൊരു മൂന്നാമത്തെ വിഭാഗം മക്കയിലില്ല. ഇതാണ് അതിനുള്ള മറുപടി. ഇനി മഹ്ശറിൽ സംഭവിക്കാൻ പോകുന്നതും സംഭവിച്ചതൊക്കെ കൂടുതൽ അള്ളാഹു റസൂലിനെ അറിയാം. നമുക്ക് അള്ളാഹു റസൂലും പറഞ്ഞതേ അറിയുള്ളൂ, പറഞ്ഞു തരാത്തത് നമുക്ക് അറിയില്ല. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. എന്നൊരു കവിതയാണ്. مديحك كهفي للقلوب مريح وذكرك كربي والذنوب مزيح وقولي وفعلي ثم فكري ماثم سوى كل مدحي في الكتاب قبيح فما لي صلاة أو صيام وطاعة فقير فقلبي بالكروب قريح. മദീഹുക കഹ്ഫി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് ചില സങ്കടങ്ങൾ പറയുകയാണ്. മദീഹുക നബിയെ, അങ്ങയുടെ മദ്ഹ്, അങ്ങയുടെ മൗലിദ്, അങ്ങയുടെ പ്രകീർത്തനം കഹ്ഫി, എൻ്റെ അഭയകേന്ദ്രമായ നബിയെ, ലിൽ ഖുലൂബി മുരീഹു, മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അങ്ങയുടെ മദ്ഹ്, അങ്ങയുടെ പ്രകീർത്തനം കേൾക്കലും ചൊല്ലലും പറയലുമൊക്കെ മദ്ഹീനെ പറഞ്ഞിട്ടുള്ളൂ. ആ മദ്ഹ് എന്ത്? ആ മദ്ഹ് പറയൽ, ചൊല്ലൽ, കേൾക്കൽ, വായിക്കൽ എല്ലാം ലിൽ ഖുലൂബി മുരീഹു, അത് ഹൃദയങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്, സാന്ത്വനം നൽകുന്ന കാര്യമാണ്. വദിക്റുക കർബി വദ്ദുനൂബ മുസീഹു, നബിയെ അങ്ങയെപ്പറ്റി പറയൽ അല്ലെങ്കിൽ അങ്ങയുടെ പ്രകീർത്തനം, ദിക്റുക അങ്ങയുടെ പ്രകീർത്തനം, അങ്ങയെ പറ്റിയുള്ള പരാമർശം, കർബി എൻ്റെ ദുഃഖത്തെയും, വദ്ദുനൂബ എൻ്റെ പാപത്തെയും, മുസീഹു ഇല്ലായ്മ ചെയ്യും, നീക്കിക്കളയും. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുന്ന ഹദീസുണ്ട്. റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതിയാൽ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും, ഹദീസിലുണ്ട്. റബീഉൽ അവ്വലിന്റെ ക്ലാസ്സിൽ നാം വിശദമായി പറഞ്ഞതാണ്. പാപങ്ങളൊക്കെ പൊറുക്കും, ദുഃഖങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടും. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു, ഞാൻ എൻ്റെ രാത്രിയിലെ ഫുൾ ടൈമും ഞാൻ അങ്ങയുടെ സ്വലാത്താക്കി തിരിക്കാം. മദ്ഹൊക്കെ സ്വലാത്താണല്ലോ, ഞാൻ അങ്ങക്കുള്ള സ്വലാത്താക്കാമെന്ന് പറഞ്ഞപ്പോൾ മദ്ഹൊക്കെ സ്വലാത്താണ്, സ്വലാത്തൊക്കെ മദ്ഹുവാണ്. അപ്പോൾ റസൂൽ പറഞ്ഞ എന്താ? ഇദൻ യുഗ്ഫറു ദംബുക്, നിന്റെ എല്ലാ പാപങ്ങളൊന്ന് പുറത്തു വരും. വ തുക്ഫ ഹമ്മക്, നിന്റെ എല്ലാ വിഷമവും, മുഷിപ്പ്, എന്തൊക്കെയാണോ എൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ അള്ളാഹ് കണ്ട് ഇത് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ടാ ഇതുകൊണ്ടാന്ന് പറയണ്ട. റസൂലുള്ളാഹിന്റെ സ്വലാത്തുമ്മ ജോലിയാൽ മതി. തുക്ഫ ഹമ്മക്, എന്തൊക്കെയാ ഹമ്മുള്ളത്, വിഷമമുള്ളത്, അതൊക്കെ അള്ളാഹ് മതിയാക്കി തരും. അള്ളാഹ്ക്ക് അറിയാമല്ലോ എൻ്റെ മനസ്സിൽ എന്തൊക്കെയുള്ളത്, അള്ളാഹ് മതിയാക്കി തരും എന്നാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞത്. കോലം പോലെ ചെയ്യണം എന്നുള്ളൂ. അതെൻ്റെ അദബിൽ മനസ്സാന്നിധ്യത്തോടെ അള്ളാഹിൻ്റെ ഹബീബ് കേൾക്കുന്നുണ്ട് എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്താൽ അത് രണ്ടും സംഭവിക്കും. وقولي وفعلي ثم فكري ماثم
സിവാ കുല്ലി മദ്ഹി ഫിൽ കിതാബി ഖബീഹു വഖൗലി വഫിഅലി സുമ്മ ഫിക്രി മആസിമു. എൻ്റെ വാക്കുകളും എൻ്റെ പ്രവർത്തനങ്ങളും എന്ന് മാത്രമല്ല എൻ്റെ ചിന്തകളും മആസിമു കുറ്റങ്ങളാണ്, തെറ്റുകളാണ്. എൻ്റെ വാക്ക് ഖൗലി, എൻ്റെ വാക്കുകൾ, ഫിഅലി എൻ്റെ പ്രവർത്തനങ്ങൾ, സുമ്മ ഫിക്രി പിന്നെ എൻ്റെ ചിന്തകളൊക്കെ തെറ്റാണ്. ചിന്തയുമുണ്ട് തെറ്റ്, വേണ്ടാത്തത് ആലോചിക്കലും തെറ്റന്നെ. അതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ട്. പാപം ചെയ്തില്ലെങ്കിൽ തന്നെ ഒരു പാപത്തെ പറ്റി ചിന്തിക്കൽ, അല്ലെങ്കിൽ ഒരു പാപത്തെ പറ്റി കൊതിക്ക, അത് എനിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. കൽബിലേക്ക് ഇരുള് വരും, കൽബിന്ന് ഭക്തിയാകലും ഇരുള് വരും, കൽബിൽ കറുത്തുപോവും. അങ്ങനെ പല സൈഡ് എഫക്റ്റും അതിന് വരാനുണ്ട്. അതൊക്കെ തെറ്റുകൾ തന്നെയാണ്. നബിയോടാ പറയണേ, നബിയേ സിവാ കുല്ലി മദ്ഹി ഫിൽ കിതാബി ഖബീഹു. എൻ്റെ കിതാബ് നാളെ മഹ്ശറിൽ ഓരോരുത്തരും ചെയ്ത അമലുകൾ രേഖപ്പെടുത്തപ്പെട്ട കിതാബ് ഏട്, ആ റെക്കോർഡ് ചെയ്യപ്പെട്ട ഏട്, ആ ഏട്ടിൽ എല്ലാവർക്കും ഏട് നൽകപ്പെടും. സൂറത്തുൽ കഹ്ഫിൽ അത് പറഞ്ഞിട്ടുണ്ട്. മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. അത് ഏട് കൈ കിട്ടിയാൽ പറഞ്ഞു, ഇതെന്ത് ഏടാണ് റബ്ബേ, ഇതിൽ ചെറുദോഷോ വൻദോഷോ ഒന്നും ഒഴിവാക്കാതെ ഇതിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് തെറ്റുകൾ ചെയ്ത് ആ തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായി തൗബ ചെയ്ത് മാറിയാൽ ആ ഏട്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലിയായി ആ എഴുത്തുകളെല്ലാം മാഞ്ഞു പോകും, ഡിലീറ്റായി പോകും, ഫയലിൽ ഉണ്ടാവില്ല. അപ്പൊ എൻ്റെ ഏട്ടിൽ അങ്ങയുടെ മദ്ഹ് അല്ലാത്ത മുഴുവനും, ഏട്ടിലുള്ള മുഴുവനും കബീഹു മോശപ്പെട്ടതാണ്. നമ്മളെ നിസ്കാരത്തിൽ നമുക്ക് വിശ്വാസമില്ല, നമ്മളെ നിസ്കാരത്തിൽ നമുക്ക് പ്രതീക്ഷയില്ല. കാരണം നിസ്കാരമായിട്ടില്ല, അതിൻ്റെ തെറ്റ്. നിസ്കാരത്തിൽ പൂർണ്ണമായി അള്ളാഹുവിൽ ലയിച്ച് നിസ്കരിക്കാൻ കഴിയണ്ടേ, അപ്പോഴല്ലേ നിസ്കാരം തെറ്റില്ലാത്ത, ഒരിക്കലും തെറ്റ് കലരാത്ത നിസ്കാരമാവും. നോമ്പാവണമെങ്കിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ ഇംസാക്കാണ്, വിട്ടു നിൽക്കലാണ്. വേണ്ടാത്ത എല്ലാ വാക്കുകളിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും ചിന്തയിൽ നിന്നും നോട്ടത്തിൽ നിന്നും സർവ പഞ്ചേന്ദ്രിയങ്ങളിൽ വേണ്ടാത്തതൊന്നും വരാൻ പാടില്ല. അതാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് പറഞ്ഞാൽ വെറും ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ പട്ടിണി അടക്കലല്ല, അതാണ് നോമ്പ്. അത് റമദാനിൽ മാത്രം ചെയ്യാനുള്ളതുമല്ല, അത് എപ്പോഴും ചെയ്യാനുള്ളതാണ്. അതിനൊരു പ്രാക്ടീസ് റമദാനിൽ, അതിനൊരു പ്രാക്ടീസ്, പട്ടിണിക്കിട്ടൊരു പ്രാക്ടീസ് തരികയെന്ന് മാത്രം. നോമ്പ് യഥാർത്ഥ നോമ്പ് തെറ്റുകളിൽ നിന്ന് വിട്ടുക്കലാണ് യഥാർത്ഥ നോമ്പ്. അതിൻ്റെ പ്രാക്ടീസ് നടക്കണമെങ്കിൽ അന്നേരം ഭക്ഷണമൊന്നും കഴിക്കാതെ, വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിൽക്കണം. അത് പിന്നെ എല്ലാ മാസം തുടരും വേണം. അങ്ങനെ നോമ്പ് കിട്ടണമെങ്കിൽ അല്ലാഹു ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമദാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഇത് റജബ് മാസമാണ്. റജബ് മാസത്തിൽ അതിൻ്റെ ബർക്കത്ത് കിട്ടി, ശഅബാനിൽ അതിൻ്റെ ബർക്കത്ത് കിട്ടി, എന്നാലേ റമദാൻ കിട്ടൂ, അല്ലാത്തോളം റമദാൻ കിട്ടൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് നമ്മുടെ അമലിലൊന്നും പ്രതീക്ഷയില്ല. മദ്ഹ്, റസൂലുള്ളാഹിന്റെ മദ്ഹും സ്വലാത്തും, അത് ഏറ്റവും അർജിയായ, ഏറ്റവും പ്രതീക്ഷിക്കപ്പെടാവുന്നൊരു ആരാധനയാണ്, അമലാണ് സ്വലാത്ത്. അതുകൊണ്ട് എൻ്റെ ഏട്ടിൽ നബിയുടെ മദ്ഹല്ലാത്ത മുഴുവനും മോശപ്പെട്ടതാണ്. അതാണ് ഇമാം ബൂസീരി പറഞ്ഞത്. വലം മുസല്ലി സിവാ ഫർളിൻ വലം അസുമീ. റുയത്തു അമൽ എന്ന് പറഞ്ഞ അമലിനെ
പൊളിച്ചു കളയുന്ന അമല് കൊണ്ട് ഉപകാരമില്ലാതെയാവുന്ന അമലുകൾ നിഷ്ഫലമാകുന്ന ഒരു രോഗമുണ്ട് പിടിപെടാൻ. ആ രോഗത്തിൻ്റെ പേര് റുയത്തു അമൽ എന്നാണ്. അവനവൻ ചെയ്യുന്ന അമലിനെ അതവനങ്ങനെ പർവ്വതീകരിച്ച് ഞാൻ കുറേ അമൽ ചെയ്തു, ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചു, ആഴ്ചയിൽ 1 പ്രാവശ്യം ഞാൻ ഖത്തം തീർക്കുന്ന ആളാണ്, ഞാൻ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യുന്ന ആളാണ്. ഇങ്ങനെ അവനെപ്പറ്റി ഭയങ്കര മതിപ്പ്. ഓൻ്റെ അമലേ അല്ലാഹ്ക്ക് വേണ്ട. മഗ്റൂറും ബി അമലിഹി, അമലുകൊണ്ട് മഗ്റൂറ, വഞ്ചിതനായവനാണ്. അപ്പോൾ എൻ്റെ അമലൊക്കെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലാഹു തആലക്ക് തൃപ്തിയായിട്ടുണ്ട്, അതിലിഞ്ഞിപ്പോൾ ഒരു കേടുമില്ലാത്ത അമലാന്ന് ഉറപ്പിട്ടണം. അത് കിട്ടാൻ കുറച്ച് പണിയുണ്ട്. അമൽ ചെയ്യുന്ന ആളെ കൽബിൽ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ഒരാളോടും അസൂയ പാടില്ല, കിബിറ് പാടില്ല, ഇങ്ങോട്ടെന്തെങ്കിലും ആക്രമിച്ച വ്യക്തിനോട് തന്നെ അങ്ങോട്ട് ഹിഖദ് പാടില്ല, പോര്, പക, റിയാ പാടില്ല. റിയാ എന്തെല്ലാം വിധ റിയാകളുണ്ട്, എന്തെല്ലാം ഡോസുള്ള റിയാകളുണ്ട്. അതിന്നൊക്കെ വിശുദ്ധമായവൻ്റെ അമലേ അല്ലാഹ് എടുക്കും. അങ്ങനെ കണ്ടീഷൻ കുറഞ്ഞ അങ്ങനെ കണ്ടീഷനിൽ തന്നെ സ്വീകരിക്കുന്നൊരു അമലാണ് മൗലിദും സ്വലാത്തും. അതായത് സ്വലാത്ത് പറഞ്ഞാൽ മതി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അപ്പം അതുകൊണ്ട് ആണ് ഇമാം ബൂസീരി പറഞ്ഞേ വല മുസല്ലി സിവാ ഫർലീൻ, ഞാനൊരു കടമ കഴിക്കാൻ നിർബന്ധ ബാധ്യത, ആ കടമ കഴിക്കാനുള്ള നിസ്കാരം അല്ലാതെ നിസ്കരിക്കലില്ല. എൻ്റെ നിസ്കാരത്തിലൊന്നും ഏതില്ല, എനിക്ക് എൻ്റെ നിസ്കാരത്തിലൊന്നും പ്രതീക്ഷയില്ല. വല മസൂമി, ഞാൻ വേണ്ടതുപോലെ നോമ്പ് പിടിച്ചിട്ടുമില്ല. റുയത്തു അമൽ പാടില്ല. നമ്മുടെ ചില പ്രവർത്തകരുണ്ട്, സുന്നി പ്രവർത്തകർ, അവര് എല്ലാ ദിവസവും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. നേരം വെളുത്ത് രാത്രി വളരെ വൈകി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് വരെ അവർ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ മുഴുകുന്നവരാണ്. പക്ഷേ അവർക്ക് റുയത്തു അമൽ എന്ന് പറഞ്ഞ അസുഖം പിടിപെട്ടാൽ അതൊക്കെ വെള്ളത്തിലായിപ്പോയി. പ്രവർത്തകനിങ്ങനെ തോന്നി, ഞാനിന്നിപ്പോൾ രാവിലെ ഇറങ്ങിയതാണ്, 2 മണിയായി, ഇപ്പോൾ ഉറങ്ങുകയാണ്. 2 മണി 1:30ക്കാണ് മീറ്റിംഗ് കഴിഞ്ഞത്, 2 മണിക്കാണ് ഞാൻ ഉറങ്ങുന്നത്. ഇതുവരെ ഞാൻ ദീനിൻ്റെ പ്രവർത്തനത്തിലാണ്. മറ്റോനും ഇവനൊന്നും മീറ്റിങ്ങിൽ വന്നിട്ടില്ല, അവരോട് ഭയങ്കര വെറുപ്പ്. ഞാനേ പ്രവർത്തിക്കുന്നുള്ളൂ, ഒന്നും പ്രവർത്തിക്കണില്ല. നിനക്ക് കിട്ടിയൊരു ഭാഗ്യം, അവർക്ക് ആ ഭാഗ്യം കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ മതി. അവരോട് എന്തിനാ വെറുക്കണ്? നീ നിന്റെ അമൽ ഇനിയിപ്പോൾ അങ്ങനെയൊന്നും നീ വലുതും ചെയ്തിട്ടില്ലെങ്കിൽ, നീ ചെറിയ പ്രവർത്തനം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരാൾ ഇവനെപ്പോലെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള ഒരാളെ കാണുമ്പോൾ അയാൾ ഒന്നുമല്ല എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഇതെന്തോ ആണ് തോന്നിയിട്ടാണ് അയാൾ ഒന്നുമല്ല എന്ന് തോന്നുന്നത്. അതോടുകൂടെ എൻ്റെ അമൽ ഒന്നും അല്ലാതായിപ്പോയി, എൻ്റെ പ്രവർത്തനം ഒന്നും അല്ലാതായിപ്പോയി. റുയത്തു അമൽ എന്നുള്ള അസുഖം ഉണ്ടായതുകൊണ്ടാണ് മറ്റുള്ളവരെ തരം താഴ്ത്താൻ തോന്നുന്നത്, മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല എന്ന് തോന്നുന്നത്. ഇഖ്ലാസ് വേണം ചെയ്യുന്നതിലൊക്കെ. അത് ഇഖ്ലാസുള്ളവരൊക്കെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവും. അത് നമ്മളെ ഉദ്ദേശിച്ച രൂപത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. ഒരാൾക്ക് ഇമാമക്കാനാകും, പള്ളിയിൽ ഇമാമക്കാനാകും കഴിയും, അതും വലിയ ഇഖ്ലാസോട് ചെയ്യുകയാണെങ്കിൽ അത് വലിയ അമല. മദ്രസി പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, അതും ദീനി പ്രവർത്തനമാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഒരു ഉസ്താദ് മുദർരിസായി ദർസെടുത്തുകയാണ്, അതാണ് യഥാർത്ഥത്തിൽ ദീനിൻ്റെ വലിയ പ്രവർത്തനം. അതിലേക്ക് ഒരു മാധ്യമമാണ് മറ്റുള്ളതൊക്കെ, അങ്ങോട്ട് കൊണ്ടുവരികയാണ് മറ്റുള്ളവരെയൊക്കെ. ആ മുദർരിസ് ഇനി വേറൊന്നും ചെയ്യേണ്ടിയില്ല ഇഖ്ലാസോടെ ദർസെടുത്താണെങ്കിൽ. അതുകൊണ്ട് റുയത്തു അമൽ എന്നുള്ള ഒരു അസുഖം പലരെയും പിടികൂടാറുണ്ട്. അത് വലിയ അപകടമാണ്. സിവാ കുല്ലി മദിഹി ഫിൽ കിതാബി ഖബീഹു,
എൻ്റെ കിതാബിലുള്ള മദ്ഹല്ലാത്ത എല്ലാ വാക്കും പ്രവൃത്തിയും ചിന്തയൊക്കെ അത് മോശപ്പെട്ടതാണ്. നബിയെ ഫമാലി സ്വലാത്തുൻ ഔ സിയാമുൻ വത്വാഅതു, എനിക്ക് യാതൊരു ഒരു നിസ്കാരവുമില്ല, ഒരു നോമ്പുമില്ല എന്ന് വെക്കേണ്ട ഒരു ത്വാഅത്തും ഒരു നന്മയും എനിക്ക് ഞാൻ കാണുന്നില്ല. ഫഖീറുൻ, ഞാൻ പരമപാപ്പരനാണ്. ഫഖൽബി, അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയം ബിൽ ഖുറൂബി ഖരീഹു, പല വിഷമങ്ങളെ കൊണ്ട്, ഇതൊക്കെ ആലോചിച്ചിട്ടുള്ള വിഷമങ്ങൾ, ആ വിഷമങ്ങളെ കൊണ്ട് എൻ്റെ ഹൃദയം മുറിവായിരിക്കുന്നു നബിയേ. വലകിൻ മിനസ് സാദാതി ലിൽ അബ്ദി അസ്ഹുമു അമൗലായ ഹൽ അഷ്ഖാ വഅൻത നജീഹു. ഇതിന് പരിഹാരം വേണ്ട, ഈ പ്രശ്നത്തിന് പരിഹാരം നബി തങ്ങളോട് തന്നെ. വലാക്കിൻ, എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. വലാക്കിൻ, പക്ഷേ മിനസ്സാദാത്തി യജമാനന്മാരിൽ നിന്ന് ലിൽ അബ്ദി അസ്ഹുമു, അടിമക്ക് ഒരു വിഹിതം ഉണ്ടാവാറുണ്ട്. ഞാൻ അങ്ങയുടെ അടിമയാണ് നബിയെ, അടിമക്ക് യജമാനിൽ നിന്ന് ഒരു വിഹിതം കൊടുക്കൂലേ? യജമാനന് കിട്ടുന്ന യജമാനന്റെ കയ്യിലുള്ളത് അതിൻ്റെ ഒരു വിഹിതം അടിമക്ക് കൊടുക്കൂലേ? അതൊരു പതിവുണ്ടല്ലോ അടിമക്ക് എന്തേലും കൊടുക്കല്. ആ മൗലായ ഹൽ അഷ്ഖാ, എൻ്റെ യജമാനരായ നബിയെ, ഹൽ അഷ്ഖാ, ഞാൻ പരാജയപ്പെടുമോ, എനിക്ക് പരാജയമുണ്ടാവുകയോ? അന്ത നജീഹു, അങ്ങ് വലിയ വിജയമുള്ള ആളായിരിക്കെ അങ്ങയുടെ അടിമയ്ക്ക് എങ്ങനെ പരാജയമുണ്ടാവും? അതിൻ്റെ പ്രതീക്ഷയാണ്, ഉണ്ടാകില്ല. ഫാറുൻ അലസ്സാദാതി നബ്ദു അബീദിഹിം, ഫാറുൻ അലസ്സാദാതി, യജമാനന്മാർക്ക് ബോറാണ്. നബ്ദു അബീദിഹിം, അവരെ കൂടെയുള്ള അടിമകളെ അവഗണിക്കൽ. അടിമകൾക്കൊന്നും നൽകാതെ അവരെ അവഗണിക്കുക എന്ന് പറയുന്നത് യജമാനന്മാർക്കുള്ള ബോറായ അവസ്ഥ സ്വഭാവമാണ്. അതുകൊണ്ട് അതൊരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല നബി, അങ്ങക്ക് അത് ഉണ്ടാവില്ല. ഫഖരി വഅഹ്വാലി, എൻ്റെ ദാരിദ്ര്യവും, എന്ത് ദാരിദ്ര്യം? എല്ലാ ദാരിദ്ര്യവും, സാമ്പത്തികമായ ദാരിദ്ര്യമല്ല, അത് മാത്രമല്ല പറയുന്നത്, വൈജ്ഞാനികമായ ദാരിദ്ര്യം, അറിവിൻ്റെ കുറവ്, അതുപോലെ സൽപ്രവർത്തനങ്ങളുടെ ദാരിദ്ര്യം, അഭാവം, ആ എല്ലാ ദാരിദ്ര്യവും ഇവിടെ ഉണ്ട്. ഫഖരി വഅഹ്വാലി, എൻ്റെ ഈ ദുരവസ്ഥകൾ ലദൈക ത്വരീഹു, അങ്ങയുടെ മുമ്പിൽ വെക്കുന്നു ഞാൻ ഈ പ്രശ്നങ്ങൾ, എൻ്റെ ദാരിദ്ര്യങ്ങൾ, എൻ്റെ ദുരവസ്ഥകൾ ഞാൻ അങ്ങയുടെ മുന്നിൽ വെക്കുന്നു. ലദൈക ത്വരീഹു, അങ്ങയുടെ മുന്നിൽ വെക്കുന്നു. വഅൻത ത്വബീബുർ റൂഹി ദാഇ ഫാദിഹു അബ്ഖാ സഖീമർ റൂഹി അൻത സമീഹു. അങ്ങ് ആരാ? വഅൻത ത്വബീബുർ റൂഹി, അങ്ങ് ആത്മാവിൻ്റെ ഡോക്ടറല്ലയോ? അങ്ങ് ആത്മാവിനെ ചികിത്സിക്കാൻ കഴിയുന്ന ഡോക്ടറാണ്. ദാഇയ ഫാദിഹു, എൻ്റെ അസുഖം ഫാദിഹു, അത് അതിഗൗരവമായ അസുഖമാണ്. എൻ്റെ ആത്മാവിനുള്ള അസുഖം അതിഗൗരവമാണ്. പക്ഷേ ആ ഉബ്ഖാസ ഖീമർ റൂഹി, ഞാൻ എപ്പോഴും ആത്മീയ രോഗമുള്ളവനായി അവശേഷിപ്പിക്കപ്പെടുമോ? അന്ത സമീഹു, അങ്ങ് ഉദാരനല്ലയോ, അങ്ങ് അത്യുദാരനല്ലയോ? എങ്ങനെ അങ്ങ് അത്യുദാരനാകുമ്പോൾ അങ്ങ് ഡോക്ടറുമാണ്, ഞാൻ എങ്ങനെ എപ്പോഴും ആത്മീയ രോഗമുള്ളവനായി, റൂഹിന് രോഗമുള്ളവനായി അവശേഷിക്കപ്പെടും? റജാ ശുഅറാഉം ബിൽ മദാഇഹി ആജില റജാഇ ദുനൂവും മിൻക യൗമ തുരീഹു
റജാ ശുഅറാഉം ബിൽ മദാഇഹി ആജില. എത്രയോ കവികൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ കവികളിൽ മിനികളിൽപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട കവികളല്ലാത്ത കവികളൊക്കെ അവരുടെ കവിത കൊണ്ട് അവർ ലക്ഷ്യം വെച്ചത് ദുനിയാവാ. റജാ ശുഅറാഉൻ, എത്രയോ കവികൾ പ്രതീക്ഷിച്ചു ബിൽ മദാഇഹി ആജില, അവരുടെ കവിതകളെ കൊണ്ട്, അവരുടെ പ്രകീർത്തനങ്ങളെ കൊണ്ട് ദുനിയാവാണ് അവർ മോഹിച്ചത്. റജാഇ, എന്നാൽ എൻ്റെ മോഹം, എൻ്റെ പ്രതീക്ഷ ദുനുവും മിൻക, അങ്ങയോട് അടുപ്പം കിട്ടലാണ്. യൗമ തുരീഹു, അങ്ങ് റാഹത്ത് നൽകുന്നൊരു സമയം വരാനുണ്ട്. ആഖിറത്തിൽ മഹ്ശറിൽ എല്ലാവർക്കും റാഹത്ത്, അങ്ങക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ റാഹത്ത് കൊടുക്കുന്നൊരു സമയം വരാനുണ്ട്. ആ ദിവസം അങ്ങയുടെ അടുത്ത് നിൽക്കാൻ, അങ്ങ് മുഖറബായി, അങ്ങയോട് അടുത്ത വ്യക്തിയായി, അങ്ങയോട് ബന്ധമുള്ള വ്യക്തിയായി എന്നെ നിർത്താനാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ പ്രതീക്ഷയും മധുഹകളെ കൊണ്ട്. ഈ അർത്ഥങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം ഇങ്ങനെ മൗലൂദ് ചൊല്ലേണ്ടിയത്. നമ്മൾ ഈ വരികളൊക്കെ ചൊല്ലുമ്പോൾ അപ്പോഴാണ് അത് ലഭിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഅൻ ഉസ്മിയ തംദീഹ ഫിൽ ഖുൽദി മുംതിഅ യുലിദ്ദുക മിൻ ഹാദൽ ഉബൈദി മദീഹു. മറ്റൊരു ആഗ്രഹമുണ്ട് നബിയെ, വഅൻ ഉസ്മിയ തംദീഹ, എനിക്ക് ഇതുപോലെ അങ്ങയുടെ മദ്ഹ് വല്ലാതെ ചൊല്ലണം, കേൾപ്പിക്കണം. തംദീഹ് എന്ന് പറഞ്ഞാൽ മദ്ഹ് വല്ലാതെ കേൾപ്പിക്കുക. വഅൻ ഉസ്മിയ തംദീഹ ഫിൽ ഖുൽദി മുംതിഅ, വല്ലാതെ അങ്ങയുടെ മദ്ഹ് കേൾപ്പിക്കണം, അങ്ങേ കേൾപ്പിക്കണം എന്നാണ് പറയുന്നത്. എവിടെ വെച്ചിട്ട്? ഫിൽ ഖുൽദി, സ്വർഗത്തിൽ വെച്ചിട്ട്. സ്വർഗത്തിൽ ചെന്നിട്ട് ആ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം. അവിടെ നല്ല ഭംഗിയിൽ പാടാൻ കഴിയും എല്ലാവർക്കും. നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ടാണ് അവിടുത്തെ പാട്ടുണ്ടാവുക. മ്യൂസിക്കൊക്കെ ഇവിടെയാണ് വേണ്ടാന്ന് പറഞ്ഞു. സ്വർഗത്തിൽ വേണ്ടാത്ത സംഗതി ഇല്ലല്ലോ, തീരല്ല എന്നല്ല. ഫിൽ ഖുൽദി മുംതിഅ, സുഖിപ്പിച്ചുകൊണ്ട്. മുംതിഅ യുലിദ്ദുക മിൻ ഹാദൽ ഉബൈദി മദീഹു, ഈ കുഞ്ഞടിമ, ഈ ചെറിയ അടിമ അങ്ങയുടെ മദ്ഹ് പാടുമ്പോൾ ആ മദ്ഹ് പാടുന്ന കാരണത്താൽ അങ്ങക്ക് നല്ല സന്തോഷം വരണം, അങ്ങക്ക് രസം വരണം. അങ്ങനെ ആ രൂപത്തിൽ മദ്ഹ് അവതരിപ്പിക്കാൻ അവസരമുണ്ടാവരുമാണ് എൻ്റെ പ്രതീക്ഷ. ബിത്വാഅതിഹിം ഖൗമുൻ നജൗ അൻ മഹാലികി ബിമദ്ഹിക അൻജുവൽ മദീഹു റബീഹു. എന്നാൽ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ദിക്ർ കൊണ്ടും സ്വലാത്ത് കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടൊക്കെ ആഖിറം ലഭിച്ച ആളുകളും ഉണ്ട്. ഖാജാ മുഈനുദ്ദീൻ അൽ ജിഷ്തി അജ്മീരി റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ, ഔലിയാ, സ്വാലിഹീങ്ങൾ 70 വർഷം അവർ അള്ളാഹുവിനുള്ള ആരാധനയിലായി മുഴുകി. 70 വർഷം അവർ ഉറങ്ങിയിട്ടില്ല. രാത്രി ഫുള്ള് ഇബാദത്ത്. 120 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ 70 വർഷം ഉറങ്ങാതെ. 40 വർഷം മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉറങ്ങാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഖാജാ തങ്ങൾ 70 വർഷം ഉറങ്ങാതെ ഇബാദത്ത് എടുത്തു, പകല് നോമ്പ്. അപ്പോൾ നന്മകളെ കൊണ്ട് ആഖിറം ധന്യമാക്കിയ ഔലിയാക്കന്മാരും ഉണ്ട്. ബിത്വാഅതിഹിം ഖൗമുൻ നജൗ അൻ മഹാലികി, സൽപ്രവർത്തനങ്ങളെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട്, ആരാധനകളെ കൊണ്ട് ചില ആളുകൾ, സ്വാലിഹീകളായ ചില ആളുകൾ അപകടകരമായ അവസ്ഥകളിൽ നിന്ന് തരണം ചെയ്ത് അവർ ആഖിറത്തിൽ ധന്യത, അവർ ആഖിറം രക്ഷപ്പെട്ടവരാണ്. അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് ആഖിറം ധന്യമാക്കിയ ചില ആളുകൾ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബിമദ്ഹിക അൻജു, അങ്ങയുടെ മദ്ഹ് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെടുക, എനിക്കതിലെ പ്രതീക്ഷയുള്ളൂ, എനിക്ക് അങ്ങനെ ത്വാഅത്തൊന്നുമില്ല. അതിന് സ്വാലിഹീങ്ങൾ പെടണം.
ത്വാഅത്തുണ്ടാവണമെങ്കിൽ ബിമദിഹിക അഞ്ചു, കാരണം അവർ കെടുമ്പ് കഴിഞ്ഞു അല്ല സ്വാലിഹീങ്ങൾ. അവർ ഈ പറഞ്ഞ യാതൊരു ആരാധനയെ പൊളിച്ചു കളയുന്ന യാതൊരു കെടുമ്പും ഇല്ലാത്ത ആളുകളാണ് സ്വാലിഹീങ്ങൾ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ട് അവരുടെ നിസ്കാരം നോമ്പും ദിക്റും ഖുർആൻ പാരായണമൊക്കെ അത് സ്വീകരിക്കപ്പെടും. മദിഹിക അഞ്ചു, അങ്ങയുടെ മദ്ഹ് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെടുക. വൽ മദീഹു റബീഹു, മൗലിദ് പാരായണം അല്ലെങ്കിൽ മദ്ഹ് പ്രകീർത്തനം അത് ലാഭകരമായ ചരക്കാണ്, നല്ല ലാഭമുള്ള ചരക്കാണ് മദ്ഹ് എന്ന് പറയുന്നത്. റബീഹു ലാഭകരമായ ചരക്കാണ്. തഖത്തബ ബൂസൂരിയു മിസ്രിൻ ബിമദ്ഹിഹി ഫമാദാക സ്വഅബുൻ ഫിൽ വുഖൂഇ നസീഹു. തഖത്തബ ബൂസൂരിയു മിസ്രിൻ, മിസ്രിൽ ജീവിച്ച ബൂസീരി, മിസ്രിലെ ബൂസീരി ഇമാം മുഹമ്മദിനിൽ ബൂസീരി റളിയല്ലാഹു അൻഹു. ബൂസൂരി അല്ല, ബൂസീരിയാണ്. ബൂസൂരി ഇമാം എന്ന് പറയുന്നുണ്ട്, അത് തെറ്റാണ്. ബൂസീർ എന്നാണ്. മിസ്രിലെ ബൂസീരി ഇമാമ് അവർ ഖുതുബായി ഔലിയാക്കന്മാരുടെ നേതാവായി ഖുതുബുൽ ഔലിയ ആയി ബിമദ്ഹിഹി. എന്താ കാരണം? റസൂലുള്ളാഹി സ്വീകരിച്ചു. എന്താ കാരണം? റസൂലുള്ളാഹിനെ ബൂസീരി ഇമാം ധാരാളം കവിതകളെ കൊണ്ട് ധാരാളം മദ്ഹുകൾ ചെയ്തു. റസൂലുള്ളാഹിന്റെ മൗലിദ് ധാരാളം രചിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തു ഇമാം ബൂസീരി. അതിന് കാരണമായി ഇമാം ബൂസീരി ഖുതുബായി പോയി. ഫമാദാക സ്വഅബുൻ ഫിൽ വുഖൂഇ നസീഹു, അപ്പോഴേ മദ്ഹ് കൊണ്ട് ആഖിറം രക്ഷപ്പെടല് അല്ലെങ്കിൽ കുതുബാവൽ പോലും അസംഭവ്യമായ കാര്യമല്ല. ഫമാദാക സ്വഅബുൻ, മദ്ഹ് കൊണ്ട് കുതുബാവൽ പോലും പ്രയാസകരമല്ല. ഫിൽ വുഖൂഇ നസീഹു, അത് സംഭവിക്കുന്നതിൽ വിദൂരമായ കാര്യമല്ല എന്ന് മനസ്സിലാകുന്നുണ്ട്. വഅൻത കരീമുൻ നഫ്സി സംഹുൻ വആലിമു ബിഖസ്ദി കിനായാതി ലദൈക സ്വരീഹു. വഅൻത കരീമുൻ നഫ്സി, നബിയെ അങ്ങ് ഉദാരനാണല്ലോ, വല്ലാതെ ഔദാരം ചെയ്യുന്നവരാണല്ലോ. സംഹുൻ, ഉദാരൻ എന്നല്ല അത്യുദാരനാണ്. വആലിമും ബിഖസ്ദി, എൻ്റെ ഉദ്ദേശം എന്തെന്ന് അങ്ങക്ക് അറിയാമല്ലോ. കാരണം കിനായാത്തി ലദൈക സ്വരീഹു, ഞാൻ സൂചക ഭാഷയിൽ പറഞ്ഞാൽ പോലും കിനായാത്തി എൻ്റെ സൂചക ഭാഷകൾ ലദൈക സ്വരീഹു അങ്ങക്ക് വ്യക്തമായ ഭാഷയാണല്ലോ. ഫവസ്ലി ലിറബ്ബി സുമ്മ മൗതി ബിറാഹതി ലദൈക നഈമുൻ ലൗ റഹിംത ലരീഹു. ഫവസ്ലി ലിറബ്ബി, എനിക്ക് എൻ്റെ റബ്ബിലേക്ക് കണക്ഷൻ കിട്ടണം, റബ്ബിലേക്ക് അടുപ്പം കിട്ടണം, റബ്ബിലേക്ക് ചേരണം, എനിക്ക് എൻ്റെ റബ്ബിനോട് ബന്ധമുണ്ടാവണം നബിയെ. സുമ്മ മൗതി ബിറാഹതി, ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിനോട് ബന്ധം വേണം. അള്ളാഹുവിനോട് ബന്ധമില്ലാത്ത ദുനിയവിയായ ജീവിതം കൊണ്ടൊരു കാര്യവുമില്ല, അത് വെറുതെയാണ്. വസ്ലി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് ബന്ധമുണ്ടാവല്. സുമ്മ മൗതി ബിറാഹത്തി, പിന്നെ എനിക്ക് സന്തോഷത്തോടുകൂടെ മരിക്കല്. ലദൈക, അതൊക്കെ അങ്ങയുടെ അടുത്താണ് അതൊക്കെ ഉള്ളത്, അതൊക്കെ അങ്ങ് തീരുമാനിക്കുന്നത് പോലെയാണ്. അങ്ങ് വേണമെന്ന് വിചാരിച്ചാൽ നടക്കും. എനിക്ക് എൻ്റെ റബ്ബിലേക്ക് അടുക്കാൻ കഴിയും, റബ്ബിനോട് ബന്ധമുണ്ടാകാൻ കഴിയും, റാഹത്തോടെ മരിക്കാൻ കഴിയും. ലദൈക, അതെല്ലാം അങ്ങയുടെ അടുത്താണ്. നഈമുൻ ലൗ റഹിംത ലരീഹു, അങ്ങയുടെ സ്പെഷ്യലായ റഹ്മത്തുണ്ടെങ്കിൽ എൻ്റെ ഖബർ ജീവിതവും അത് വളരെ സുഖകരമായ ജീവിതമായിട്ട് വരും. അങ്ങയുടെ റഹ്മത്തുണ്ടായാൽ മതി. നഈമുൻ, സുഖകരമായിരിക്കും. ലൗ റഹിംത, അങ്ങ് റഹ്മത്ത് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ലരീഹു, എൻ്റെ ഖബർ ജീവിതം. അലൈക സ്വലാത്തുല്ലാഹി യാ അഷ്റഫൽ വറാ, സൃഷ്ടികളിൽ അത്യുന്നതരായ നബിയെ അങ്ങക്ക് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എപ്പോഴും ഉണ്ടാവട്ടെ. അലൈക സലാ, അങ്ങയെ അള്ളാഹു എപ്പോഴും മദ്ഹ് ചെയ്യട്ടെ.
അലൈക സലാമുല്ലാഹി ദാമ നസ്വിഹു, അങ്ങക്ക് എപ്പോഴും അള്ളാഹുവിൻ്റെ രക്ഷ സലാമ് എപ്പോഴും അങ്ങക്ക് ഉണ്ടായിരിക്കട്ടെ. നസീഹു, ഗുണകാംക്ഷിയായ നബിയെ, ലോകത്ത് എല്ലാവർക്കും ഗുണകാംക്ഷിയായ നബിയെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.